മോനെ. മാമ, ഞാൻ വക്കീലുമായി സംസാരിക്കുകയായിരുന്നു. നമ്മുടെ ഹോസ്പിറ്റൽ ബിൽഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഓക്കെ ആയി. എന്റെ മാതാവേ, എനിക്കിപ്പോഴാ സമാധാനമായത്. അപ്പോ നമുക്ക് എന്റെ അങ്ങളുടെ ഹോസ്പിറ്റലിൽ തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങാം അല്ലേ? അങ്ങനെ മത്സരിച്ച് എന്തെങ്കിലും തട്ടിക്കൂട്ടി ഒരു വിളക്ക് കത്തിച്ചതുകൊണ്ട് എന്ത് കാര്യമമ്മ? നമ്മുടെ ഹോസ്പിറ്റൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കണം സിറ്റിയിലെ പ്രധാന സംസാര വിഷയം. പിന്നെ നിരഞ്ജനും അക്ഷരയും ചേർന്നേ ഒരു തുക്കട ക്ലിനിക്ക് തുടങ്ങുന്നുണ്ട്. രണ്ടും അങ്ങ് പൂട്ടിക്കെട്ടിയാ മതിയായിരുന്നു. നോ മമ്മ, നിരഞ്ജന്റെ വഴിക്ക് വിട്ടേക്ക്. അവര് ജീവിച്ചോട്ടെ. നിലവിൽ വിശാലിന്റെ ടാർജറ്റിൽ ഡോക്ടർ നിരഞ്ജനില്ല. അതെന്താ നിനക്ക് പെട്ടെന്ന് ഡോക്ടർ നിരഞ്ജനോടൊരു മമത? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാനെന്തിനാ അയാളെ ഉപദ്രവിക്കണം? എന്നോട് ഒരു ദ്രോഹം ചെയ്യാത്ത ആളല്ലേ. ഞാൻ വക്കീലിനോട് പറയായിരുന്നു, പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്ന ഹോസ്പിറ്റലായിരിക്കണം നമ്മുടേതെന്ന്. അതൊന്നും പറ്റത്തില്ല. നമ്മളൊരു പനി ഗുളിക കൊടുത്താൽ പോലും 4 ഇരട്ടി വിലയ്ക്ക് കൊടുക്കണമെന്നാ ഞാൻ പറയുന്നേ. പിന്നെ ഇഷ്ടം പോലെ രോഗികളും വരണം. മമാം, ഈ ദുഷ്ടചിന്തകളൊക്കെ ഒഴിവാക്ക്. പറ്റുന്ന രീതിയിൽ ആർക്കെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യുക എന്നതാണ് ഇനി എന്റെ ലക്ഷ്യം. നീ അങ്ങ് മാനസാന്തരപ്പെട്ടു പോയല്ലോടാ കുഞ്ഞെ. എവിടെ പോയി മോൻ കുമ്പസാരിച്ചു? ഞാൻ എന്റെ മനസാക്ഷിക്ക് മുമ്പിൽ കുമ്പസരിച്ചു. മനസ്സിലാണല്ലോ കുമ്പസാർക്കൂട് വേണ്ടത്. മമ്മ ഇപ്പൊ ഞാൻ വിളിച്ചോണ്ട് മാത്രം വന്നേണോ? അല്ലടാ, നിന്റെ പപ്പ എനിക്കൊന്ന് കാണണം. ഇത്തിരി നേരം അടുത്തിരിക്കണം. ഇന്നലെ രാത്രി ഞാൻ എന്റെ ഡെന്നിച്ചായനെ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? എന്താ? കാഞ്ചനെ, എല്ലാ രഹസ്യവും അറിയാവുന്ന ചിലര് വരുന്നുണ്ടെന്ന്. ചിലരോ? മമ്മയുടെ വെറും തോന്നല. മമ്മ മെഡിസിൻ റെഗുലറായി കഴിക്കുന്നില്ലേ? ഇപ്പൊ ഇത് പോയിട്ടില്ലല്ലോ? ഇല്ല മോനെ, ഞാൻ മെഡിസിൻ ഒക്കെ കഴിക്കുന്നുണ്ട്. ഇതൊന്നും അല്ല. നമ്മുടെ സമയം മാറുകയാണെന്നാ എനിക്ക് തോന്നുന്നത്. അതെ മമ്മ, സമയം മാറുകയാണ്. എങ്കിൽ പിന്നെ മാമ ചെല്ല്. ഞാൻ അടുത്ത ദിവസം പപ്പയെ കാണാൻ പൊയ്ക്കോളാം. ഇന്നെനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. ചേച്ചി, കൈയുടെ സ്റ്റിഫ്നെസ് കുറഞ്ഞിട്ടുണ്ടല്ലേ മേലി? അതെ ചേച്ചി, ഏറിയാൽ ഒരാഴ്ച. അതിനകം നിത്യമോൾക്ക് കൈവിരലുകൾ ചലിപ്പിക്കാനാവുന്ന എനിക്ക് തോന്നുന്നേ. മേലി പറഞ്ഞത് കേട്ടില്ലേ? എന്റെ മോൾക്കിപ്പോ സന്തോഷായോ? ദേവിക അടുത്തൊരു ജോലി അന്വേഷിച്ച് പോവുക. ഇപ്പൊ ഒന്ന് പിടിച്ചു നിൽക്കാൻ എനിക്കത് അത്യാവശ്യം മോളെ. ഞാൻ തിരിച്ചു വരുന്നത് വരെ മോളുടെ കാര്യങ്ങളൊക്കെ മിലി ഭംഗിയായിട്ട് നോക്കും കേട്ടോ. മിലി, നിന്നെ വിശ്വസിച്ചാണ് ഞാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി നടന്നൊക്കെ മിലിയും കണ്ടതല്ലേ. അതുകൊണ്ട് ഞാൻ വരുന്നത് വരെ നിത്യമോളുടെ അടുത്തുനിന്ന് മാറുക ചെയ്യരുത്. ശത്രുവിന് രാത്രിയെന്നോ പകലെന്നോ ഒന്നുമില്ല, ഏത് സമയത്തും വരും. ചേച്ചി ധൈര്യമായിട്ട് പൊയ്ക്കോ. ഞാനിവിടെ നിത്യമോളുടെ അടുത്ത് തന്നെ ഉണ്ടാവും. പൊയ്ക്കോ ചേച്ചി, ഞാനല്ലേ പറയുന്നേ. മോളെ, ഏട്ടത്തി പോയിട്ട് വരാവേ. മെലി, ശരി. ഒന്ന് നിന്നെ. ദേവിക രാവിലെ എങ്ങോട്ടാ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അമ്മേ, ഒരു ജോലി എനിക്കിപ്പോൾ അത്യാവശ്യമാണ്. അതെങ്ങനെയെങ്കിലും കണ്ടെത്തണം.
അതിനു വേണ്ടിയിട്ടുള്ള യാത്രയാ. ഓ തെണ്ടല്. ആ അങ്ങനെയും പറയാം മുത്തശ്ശി. ഉം, ഉം. ജോലിക്ക് അപേക്ഷിക്കുക എന്നല്ലേ നമ്മൾ പറയാറ്. നീ അപേക്ഷിച്ചോടി. നീ അപേക്ഷിക്കുന്നവരെല്ലാം നിന്നെ ഉപേക്ഷിക്കും, അതെനിക്ക് ഉറപ്പാ. പോകുന്നേക്കെ കൊള്ളാം. അത് ജോലി തേടിയാണെന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല. പക്ഷെ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. അമ്മ ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയത്? ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലേ? കഴിഞ്ഞ രാത്രിയിലത്തെ പുകില് ഇത്ര പെട്ടെന്ന് നീ മറന്നോ? ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും അമ്മ വിശ്വസിക്കില്ല. പക്ഷെ ഒരു കാര്യം അമ്മ ഓർത്തോ, എന്റെ ഈ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി ചോരയെങ്കിലും പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാ. അയ്യോ, കുടുംബത്തിന് വേണ്ടി. കുടുംബത്തിന്റെ കാവൽ മാലാഖ. മാലാഖയാണെന്നും ദേവതയാണെന്നും ഞാൻ പറഞ്ഞില്ല മുത്തശ്ശി. ഉം, മുത്തശ്ശിക്ക് എന്നെ എങ്ങനെ വേണമെങ്കിലും പരിഹസിക്കാം. ഉം. പക്ഷെ ഒരിക്കൽ എല്ലാരും സത്യം തിരിച്ചറിഞ്ഞു. അന്ന് ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. എടി നീ അവിടെ നിന്നേ. അല്ല, നീയും മനോഹരനും കൂടി ഏതോ ഫാമോ അല്ല മീൻ കൃഷിയോ ഒക്കെ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞിട്ട് അത് വേണ്ടെന്ന് വെച്ചോ? ഇല്ല മുത്തശ്ശി, അതിന്റെ കാര്യം കൂടി തിരക്കാൻ വേണ്ടിയാ പോകുന്നത്. ആ, മീൻ കുഞ്ഞുങ്ങളെ ഇന്ന് മേടിക്കുന്നുണ്ടോ? ആ, എനിക്ക് 2 എണ്ണത്തിന് തരണേ. എനിക്കൊരു കുപ്പിയിലിട്ട് കണ്ടോണ്ടിരിക്കാനാ. അതിനിപ്പോ എന്താ, മുത്തശ്ശിക്ക് ഞാനൊരു അക്വേറിയം തന്നെ പണിത് തരാലോ. ഓ, അമ്മ ഞാൻ പോയിട്ട് വരാം. അയ്യോ, മീൻ വളർത്താൻ നടക്കുന്നു അവളൊരു മത്സ്യകന്യക. എന്തായിരുന്നു അകത്തൊരു പൊട്ടലും ചീറ്റിലൊക്കെ? അകത്തങ്ങനെ പലതും നടക്കും, അതിന് നിനക്കെന്താടാ? നീ നിന്റെ കാര്യം നോക്കി പോയേ. വീണ്ടും ജോലി തേടി പോവാന്നോ? തൊഴിലന്വേഷക. നീ എത്രയൊക്കെ അലഞ്ഞാലും ജോലിയും കിട്ടത്തില്ല, ഒരു കോപ്പും കിട്ടത്തില്ല. നമുക്ക് നോക്കാടാ. അല്ല എന്നുവെച്ചാ ഈ നാട്ടിലെ ജോലിക്കുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡറുകളിലെല്ലാം തുല്യം ചേർത്തത് നീയാണല്ലോ. ആര് തുല്യം ചാർത്തിയാലും അങ്ങനെ ജോലി നേടി നീ എങ്ങോട്ടും പറന്നു പോവാന്ന് കരുതണ്ട. നീ ഇവിടെ നിൽക്കും, വട്ടം ചവിട്ടി വട്ടം ചുറ്റി. അതിനുവേണ്ടി ചെകുത്താനും ശക്തും ചേർന്ന് നിനക്കൊരുക്കിയ കെണിയ നിത്യ. ആ കട്ടിൽ വിട്ട് നീ എങ്ങോട്ടും പോകത്തില്ല. ഞാൻ പോവും, ഞാൻ ജോലിയും ചെയ്യും, ഇവിടേക്ക് തന്നെ തിരിച്ചും വരും. എന്നിട്ട് അന്തസ്സായിട്ട് നിന്റെ മുന്നിൽ ജീവിക്കുകയും ചെയ്യും. എടാ ശരത്തെ, നീ ഇപ്പോഴും 18-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. ആരുമില്ലാത്ത ഒരു പെണ്ണിനെ ഭയപ്പെടുത്തി മെരുക്കി നിന്റെ ചൊൽപ്പടിക്ക് നിർത്താമെന്നായിരിക്കും നിന്റെ വിചാരം. അല്ല, നിന്റെ അമ്മ നിന്നെ പഠിപ്പിച്ചിരിക്കുന്നതും അതായിരിക്കും. പക്ഷെ കാലമൊക്കെ മാറിപ്പോയി ശരത്തെ. അത് അമ്മയും മോനൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. ഒന്നുമില്ല, നിന്റെ അമ്മ ഒരു സ്ത്രീയല്ലേ. അവരാദ്യം സ്വന്തം ആൺമക്കളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടിരുന്നതേ പെൺകുട്ടികളെ ബഹുമാനിക്കണമെന്നാ. എല്ലാവരിൽ നിന്നും നമ്മളത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. നീ പറഞ്ഞു ഒരുപാട് കയറി പോവല്ലേ. എന്റെ അമ്മ നിനക്കറിയില്ല. ഓ ഒന്ന് പോടാ, അവരെ കുറിച്ച് നീ എന്തറിയാനാ? പിന്നെ വേഷം മാറി ഇനി പ്രഭാവതി ഇങ്ങോട്ടെങ്ങാനും വന്ന ഇവിടെ ദേവിക എന്നൊരുത്തി കാത്തിരിപ്പുണ്ടെന്നൊന്ന് പറഞ്ഞേക്കേ. ഒരു തവണ എനിക്കൊന്ന് പിഴച്ചു. കയ്യോടെ പിടികൂടിയിരുന്നെങ്കിൽ എല്ലാവർക്കും കാര്യം മനസ്സിലായി. ഇനി എനിക്ക് പിഴക്കില്ല. അതുകൊണ്ട് പൊന്നുമോൻ ചെന്ന് അമ്മയോടൊന്ന് പറഞ്ഞേക്കണം, ഇരുട്ടിന്റെ മറവിലല്ല പകൽ വെട്ടത്ത് നേർക്ക് നേർ ദേവികയുടെ മുൻപിൽ വരാൻ. ഞാൻ പറയാടി, പക്ഷേ നീ അത് താങ്ങത്തില്ല. കാണാടാ.